വിഷു കഴിഞ്ഞു. അതുപോലെ പുതിയ സാമ്പത്തിക വർഷമാണ്. ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് മേടമേ തുടങ്ങുന്ന പുതുവർഷത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ വിഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് വരുന്നതെന്ന് നോക്കാം. ആദ്യമായി ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ സാമ്പത്തികമായി എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നതാണ്. ഒരുപാട് വിഷമിച്ചിരിക്കുന്ന, എന്തൊക്കെയോ സാമ്പത്തികമായി നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്ത, അല്ലെങ്കിൽ കടങ്ങൾ കയറി വിഷമിച്ചിരിക്കുന്ന കുറച്ച് പേരുടെ എനർജിയാണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരം നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നു. നിങ്ങളുടെ വിഷമങ്ങളെ ലഘൂകരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അടുത്തായി 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊരു ഇൻഹെറിറ്റൻസ്, കുടുംബപരമായ സ്വത്തുക്കളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാഹചര്യം വരുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അതോടുകൂടി കുറേയൊക്കെ ഇല്ലാതാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും, കുറച്ച് നാൾ ആയിട്ട് വിട്ടു നിൽക്കുന്ന ബന്ധുക്കൾ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പുതിയ ഓഫർ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളോ സുഹൃത്തുക്കളോ പഴയ സുഹൃത്തുക്കളോ ആരെങ്കിലും സാമ്പത്തികമായി നിങ്ങളെ സഹായിക്കാൻ സാധ്യതയുണ്ട്. ചിലർ ഇപ്പോഴും കഴിഞ്ഞു പോയ സമയത്ത് എടുത്ത ഫിനാൻഷ്യൽ ഡിസിഷൻസിനെ കുറിച്ചിട്ട് ആലോചിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതിൽ നിന്ന് നിങ്ങൾക്കൊരു പുതിയ ഇൻസൈറ്റ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലർക്ക് ഒരു സാമ്പത്തിക, നിങ്ങൾ മുമ്പ് ചെയ്ത എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും കിട്ടുന്നത്. അടുത്ത കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ ഓഫർ നിങ്ങൾക്ക് വരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് കുറച്ച് ഓവർ എൻതൂസിയാസ്റ്റിക് ആയിട്ട് നിങ്ങളൊന്നും എടുത്ത് ചാടരുത്. ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ആലോചിച്ചിട്ട് ചെയ്യണം എന്നുള്ളൊരു എനർജിയാണ്. നിങ്ങൾക്ക് വളരെയധികം പെട്ടെന്നൊരു പാഷനേറ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യത്തിലേക്കായിരിക്കും നിങ്ങളിപ്പോൾ പുതിയൊരു സംരംഭം തുടങ്ങാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓഫർ നിങ്ങൾക്ക് വളരെയധികം ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ഉള്ളതായിരിക്കും. മുന്നത്തെ കാര്യങ്ങളെ അപേക്ഷിച്ച് വളരെയധികം നിങ്ങൾക്കൊരു സന്തോഷം തരുന്നതായിരിക്കും. പക്ഷേ കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റിസൾട്ട് അതിനനുസരിച്ച് വളരെ നല്ലതാവാനും അതേമാതിരി തന്നെ ഫെയിലർ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം എല്ലാ വശങ്ങളും ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. ഇതിൽ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ജസ്റ്റിസ് കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നീതി, നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നീതി ലഭിക്കും എന്നാണ് പറയുന്നത്.